അപ്പോൾ നമ്മൾ eigen values and eigen vectors ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കിനി eigen valuesൽ നമ്മൾ 2x2 മെട്രിക്സിൻ്റെ eigen values കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും അതിനോട് റിലേറ്റ് ചെയ്ത കുറച്ച് പ്രോബ്ലംസും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഈ വീഡിയോയിൽ ചെയ്യുന്നത് eigen values ഓഫ് 3x3 മെട്രിക്സസ് അതെങ്ങനെയാണ് കണ്ടുപിടിക്കാനുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. A equal to 2 2 1 1 3 1 1 2 2. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് മെട്രിക്സ് എന്താണെന്ന് എഴുതാം. ക്യാരക്ടറിസ്റ്റിക് മെട്രിക്സ് എന്തായിരുന്നു? A മൈനസ് ലാംഡ ഐ അല്ലേ. പിന്നെന്താ വരിക? 2 2 1 1 3 1 1 2 2. ഐ എന്ന് പറയുന്ന മെട്രിക്സിനെ ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഞാനത് ഡയറക്റ്റ് ആയിട്ട് എഴുതുന്നുണ്ട്. വിച്ച് ഇസ് ഈക്വൽ ടു ലാംഡ 0 0 0 ലാംഡ 0 0 0 ലാംഡ. ഓക്കെ, ഇപ്പം നമ്മളിതിനെ സോൾവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. വിച്ച് ഇസ് ഈക്വൽ ടു 2 മൈനസ് ലാംഡ 2 1 1 3 മൈനസ് ലാംഡ 1 1 2 2 മൈനസ് ലാംഡ. ഇനി നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എഴുതിയിട്ട് ചെയ്യാം. ഒത്തിരി സമയം ഉണ്ടാവില്ല എക്സാമിന്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇനി എന്താ വേണ്ടത്? ഡിറ്റർമിനന്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വേണം അല്ലേ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് a മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഇറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് 2 മൈനസ് ലാംഡ 2 1 1 3 മൈനസ് ലാംഡ 1 1 2 2 മൈനസ് ലാംഡ വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇത് നമുക്ക് സോൾവ് ചെയ്താൽ കിട്ടുന്ന ഒരു പോളിനോമിയൽ ആയിരിക്കും. അതൊരു പോളിനോമിയൽ ആയിരിക്കും. അത് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആയി. അങ്ങനെയല്ലേ പറഞ്ഞത്? അപ്പോൾ ഇത് സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ. ആ സമയത്തിനുള്ളിൽ ഒത്തിരി വലിയ ഒരു ഇക്വേഷൻ വരും. അതിന് നമ്മൾ കോഎഫിഷ്യൻസ് ഒക്കെ പെറുക്കി എടുത്തിട്ട് വേണം സോൾവ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അതിനേക്കാളും ഞാനൊരു എളുപ്പ വഴി പറയാം. നമ്മളെല്ലാവരും കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് 3x3 മെട്രിക്സിൻ്റെ 3x3 മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ് m11 പ്ലസ് m22 പ്ലസ് m33 ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. ഇതിൽ നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാം ഉണ്ടാവും. ട്രേസ് ഓഫ് എയും പരിചയമുള്ളതുണ്ട്, ഡിറ്റർമിനന്റ് ഓഫ് എ ഉണ്ട് അല്ലേ. നിങ്ങൾക്ക് പരിചയമില്ലാത്തത് ഇതല്ലേ m11 m22 m33. അതായത് ഇത്രയേ ഉള്ളൂ. m11 എന്ന് പറഞ്ഞാൽ a11 ഡയഗണൽ എലമെന്റ്സിന്റെ മൈനേഴ്സ് ആണ് എഴുതിയിരിക്കുന്നത്. a11ന്റെ മൈനർ, a22ന്റെ മൈനർ, a33യുടെ മൈനർ. ഓക്കെ, ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മ, ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ പെട്ടെന്ന് എഴുതാമെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ, നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് തന്നെ നമുക്കിത് എഴുതാം. ഇറ്റ് ഈസ് ഈക്വൽ ടു a ഈക്വൽ ടു 2 2 1 1 3 1 1 2 2. ഓക്കെ, ദെൻ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്താ? ട്രേസ് ഓഫ് എ എന്താണെന്ന് അറിയാം. ട്രേസ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റ്സിൻ്റെ സമ്മാണ് ട്രേസ് ഓഫ് എ. അതായത് 2 + 3 + 2 2 + 3 + 2 that is 4 + 3 7. ഇനി നമുക്ക് വേണ്ടത് m11, അതായത് ഈ ഡയഗണൽ എലമെന്റിലെ ഫസ്റ്റ് എൻട്രിയുടെ ഫസ്റ്റ് a11ന്റെ മൈനർ. a11ന്റെ മൈനർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ കോളവും ഈ റോയും ഡിലീറ്റ് ചെയ്ത് കിട്ടുക. ബാക്കി കിട്ടുന്ന സബ് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്, അതായത് 6 - 2 that is 4 അല്ലേ. m22 എന്താണ്? m22 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡയഗണൽ എൻട്രിയുടെ മൈനർ ആണ്. that is 4 - 1 that is equal to 3. then m33 equal to ഈ 2ന് a33യുടെ മൈനർ 6 - 2 that is 4. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? ഡിറ്റർമിനന്റ് ഓഫ് എയും കൂടെ കണ്ടുപിടിക്കണം. ഇക്വേഷനിൽ സോൾവ് ചെയ്യാൻ നിങ്ങൾ ആ ഇക്വേഷൻ എഴുതുമ്പോൾ തന്നെ കണ്ടുപിടിച്ചാലും മതി, ഒരു കുഴപ്പമില്ല. ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 2 ഇൻറ്റു 6 - 2 4 മൈനസ് 2 ഇൻറ്റു 2 - 1 1 പ്ലസ് 1 ഇൻറ്റു 2 - 3 -1. that is 8 - 2 - 1 8 - 3 5. ഡിറ്റർമിനന്റ് 5 ആണ്. നമുക്ക് ആ ഇക്വേഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ഇക്വേഷൻ ഇതാണ്. ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ്
m11 plus m22 plus m33 into lambda minus determinant of a equal to 0. Alternate ആയിട്ട് പ്ലസ് മൈനസും വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 7 ലാംഡ സ്ക്വയർ പ്ലസ് m11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പ്ലസ് 3 പ്ലസ് 4 ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 5 ഈക്വൽ ടു 0. അതായത് നമുക്കിത് കിട്ടുന്നത് ഇതാണ്. ലാംഡ ക്യൂബ് മൈനസ് 7 ലാംഡ സ്ക്വയർ പ്ലസ് 11 ലാംഡ മൈനസ് 5 ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. മറ്റേത് സോൾവ് ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, കുറേ സമയം എടുക്കും. അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, സമയം എടുക്കും, കോൺസെൻട്രേഷൻ കുറച്ച് കൂടുതൽ വേണം. ഇതാകുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ എഴുതാൻ പറ്റും. ലാംഡ ക്യൂബ് മൈനസ് 7 ലാംഡ സ്ക്വയർ പ്ലസ് 11 ലാംഡ മൈനസ് 5 ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമുക്ക് ഇതിനെങ്ങനെയാണ് സോൾവ് ചെയ്യാം? ഒരു ക്യൂബിക് ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യാം? ക്യൂബിക് ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പോളിനോമിയലിൻ്റെ ഡിവിഷൻ പഠിച്ചിട്ട് സോൾവ് ചെയ്താൽ മതി. ഇതിലേതെങ്കിലും ഒരു, ഇപ്പോൾ ക്യൂബിക് ഇക്വേഷൻ അല്ല, അപ്പോൾ ഇതിന് ഏതെങ്കിലും ഒന്ന് റിയൽ ആയിട്ടുള്ള ഒരു റൂട്ട് ഉണ്ടാവും ഇതിന്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഈ 5ൻ്റെ ഫാക്ടേഴ്സ് എടുക്കാം. 5ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? പ്ലസ് ഓർ മൈനസ് 1 ആൻഡ് പ്ലസ് ഓർ മൈനസ് 5. ഇതിലേതെങ്കിലും ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഒരു റൂട്ട് കിട്ടും. അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടും. ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ വീണ്ടും റൂട്ട് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇവിടെ നമുക്ക് 5ൻ്റെ ഫാക്ടേഴ്സ് ആയിട്ടുള്ള 1 കൊടുത്തു നോക്കാം നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ. അപ്പോൾ നമുക്ക് 1 ക്യൂബ് മൈനസ് 7 പ്ലസ് 11 മൈനസ് 5 ഈക്വൽ ടു, ഇവിടെ നമുക്ക് കിട്ടുന്നത് 11 പ്ലസ് 1 12 മൈനസ് 12 0 കിട്ടും അല്ലേ. അപ്പം നമുക്ക് പറയാം ലാംഡ ഈക്വൽ ടു 1 ഈസ് എ റൂട്ട്. ഓക്കെ, ഇനി പോളിനോമിയൽ ഡിവിഷൻ ചെയ്താൽ മതി. ലാംഡ മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടൊരു എളുപ്പ വഴിയുണ്ട്, അത് ചെയ്യാം കേട്ടോ. ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളിതിൻ്റെ ഇവിടെ നമ്മൾ ഡിവിഷൻ തന്നെയാണ്, ഒരു എളുപ്പ വഴിയിൽ ചെയ്യുന്നതേ ഉള്ളൂ. ഇതിൻ്റെ കോഎഫിഷ്യൻസ് എഴുതാം. അപ്പോൾ കോഎഫിഷ്യൻ്റ് വരുന്നത് 1, പിന്നെ വരുന്നത് -7, പിന്നെ 11, പിന്നെ -5. ഓക്കെ, പിന്നെ നമുക്ക് 1 അല്ലേ റൂട്ടായിട്ട് കിട്ടിയിരിക്കുന്നത്, അതിനെ ഇവിടെ എഴുതാം. ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 + 0 1, 1 × 1 1, -7 + 1 -6, 1 × -6 -6, 11 + -6 5, 1 × 5 5, -5 + 5 0. ഇതാണ് റിമൈൻഡർ കിട്ടുന്നത്. ഓക്കെ, ഇത് അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ സാധാരണ നിങ്ങൾ പോളിനോമിയൽ ഡിവിഷൻ ചെയ്താൽ മതി. ഇതൊന്നുമില്ല, നമ്മൾ ആദ്യം കോഎഫിഷ്യൻസ് എഴുതി നമ്മൾ എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതിനെ പുറത്ത് എഴുതാം. എന്നിട്ട് ഈ 1ൻ്റെ താഴേക്ക് 0 ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ 1 + 0 ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്യാം. 1 + 0 1, എന്നിട്ട് 1 × 1 ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഈ -7ൻ്റെ താഴെ എഴുതാം. -7 + 1 ചെയ്തിട്ട് -6 എഴുതാം. എന്നിട്ട് വീണ്ടും ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതാം. വീണ്ടും ഈ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. 11 + -6 5 കിട്ടും. 1 × 5 എഴുതി 5. ഇവിടെ -5 + 5 എന്ന് പറയുന്നത് 0 കിട്ടണം, നിർബന്ധമാണ്. ഇവിടെ റൂട്ടാണെങ്കിൽ നമുക്കിത് 0 കിട്ടിയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഈ റൂട്ട് തെറ്റിപ്പോയെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയത് ഇതാണ് ലാംഡ. ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻസ് ആണ്. നമ്മൾ പറഞ്ഞു നമ്മളൊരു ക്യൂബിക് പോളിനോമിയലിനെ ലാംഡ -1 കൊണ്ട്, അതായത് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ക്യൂബിക് പോളിനോമിയൽ ഇതായിരുന്നു. ലാംഡ ക്യൂബ് മൈനസ് 7 ലാംഡ സ്ക്വയർ പ്ലസ് 11 ലാംഡ മൈനസ് 5 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ക്യൂബിക് പോളിനോമിയലിനെ ഞാൻ ലാംഡ -1 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് കിട്ടിയ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് ഈ കാണുന്നത്. അതായത് എനിക്ക് കിട്ടിയ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുന്നത് ഇതാണ്. ലാംഡ -1 ഇൻറ്റു ലാംഡ സ്ക്വയർ മൈനസ് 6 ലാംഡ പ്ലസ് 5 ഇതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താണ് ഇത് കിട്ടും. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കൺഫ്യൂഷൻ ആയിപ്പോൾ എല്ലാം കൂടെ ഒന്നുമില്ല. ഇതൊരു ക്യൂബിക് പോളിനോമിയലാണ്. ഈ ക്യൂബിക് പോളിനോമിയലിൻ്റെ ഒരു റൂട്ട് ഞാൻ കണ്ടുപിടിച്ചു. ആ ഒരു റൂട്ട് കൊണ്ട് എനിക്ക് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണിത്. ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണിത്. അതിന് കൂടെ ഞാൻ ഈ ലാംഡ -1 എഴുതിയേ ഉള്ളൂ. അത് കൺഫ്യൂഷൻ ആണെങ്കിൽ വേണ്ട. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ലാംഡ ഈക്വൽ ടു 1 ഒരു റൂട്ടാണെന്ന് കിട്ടി. ഇതും കൂടെ സോൾവ് ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് എന്താ വരിക? ഇവിടെ ലാംഡ സ്ക്വയർ മൈനസ് 6 ലാംഡ പ്ലസ് 5നെ ലാംഡ -1 ഇൻറ്റു ലാംഡ -5 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ലാംഡ ഈക്വൽ ടു 1 ലാംഡ ഈക്വൽ ടു 5 കിട്ടും. അപ്പോൾ നമ്മുടെ റൂട്ട്സ് ഏതൊക്കെയാണ് വന്നത്? ഒന്ന് ലാംഡ ഈക്വൽ ടു 1, എഗെയിൻ ലാംഡ ഈക്വൽ ടു 1, പിന്നെ ലാംഡ ഈക്വൽ ടു 5. ഇതാണ് നമുക്ക് ഈ ഒരു ക്യൂബിക് പോളിനോമിയലിൻ്റെ റൂട്ട് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ആ ഇക്വേഷൻ പറഞ്ഞു. ഇതിപ്പം ക്യൂബിക് പോളിനോമിയൽ കണ്ടുപിടിക്കാൻ ചോദിക്കുമെന്ന് അറിയില്ല, പക്ഷെ മേ ബി ചോദിച്ചാലോ. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കാം. ഒരു പ്രോബ്ലം കൂടി ചെയ്യാം നമുക്ക്.
1 0 -1 1 2 1 2 2 3. ഓക്കെ, ഈ ഒരു മെട്രിക്സും കൂടെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിച്ച് നോക്കാം. ഇതിൽ നമുക്ക് ട്രേസ് ഓഫ് എ എന്ന് പറയുന്നതോ ട്രേസ് ഓഫ് എ ഈക്വൽ ടു 1 + 2 + 3 ദാറ്റ് ഈസ് 6 അല്ല. ഡിറ്റർമിനൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 1 × 6 - 2 4 -0 + -1 × 2 - 4 2 - 4 എന്ന് പറഞ്ഞാൽ -2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 + 2 = 6. പിന്നെ M11 എന്ന് പറയുന്നത് 6 - 2 4 ആണ്. M22 എന്ന് പറയുന്നത് നിങ്ങളത് ചെയ്യുമ്പോൾ കണ്ടുപിടിച്ചാലും മതി കേട്ടോ. 3 - -2 ദാറ്റ് ഈസ് 3 + 2 5 വരും. ഇനി M33 എന്ന് പറയുന്നത് 2 വരും അല്ലേ. നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? λ³ മൈനസ് ട്രേസ് ഓഫ് എ × λ² പ്ലസ് M11 പ്ലസ് M22 പ്ലസ് M33 ടൈംസ് M33 × λ മൈനസ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈക്വൽ ടു 0. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. λ³ മൈനസ് ട്രേസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 6 λ² പ്ലസ് M11 എന്ന് പറഞ്ഞാൽ 4 പ്ലസ് 5 പ്ലസ് 2 × λ മൈനസ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 6 ഈക്വൽ ടു 0. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇക്വേഷൻ കിട്ടിയത്. λ³ മൈനസ് 6 λ² പ്ലസ് 11 λ മൈനസ് 6 ഈക്വൽ ടു 0. ഓക്കെ, ഇതാണ് നമ്മളുടെ ക്യൂബിക് പോളിനോമിയൽ. ഇനി ക്യൂബിക് പോളിനോമിയലിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കണം. അതിനെയാണ് നമ്മൾ ഈഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. അതിൻ്റെ ക്യൂബിക് പോളിനോമിയലിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ 6ൻ്റെ റൂട്ട്സ് നോക്കാം. ഫസ്റ്റ് 6ൻ്റെ റൂട്ട്സ് ഏതൊക്കെയാണ്? +or -1 +or -2 +or -3. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇതിൽ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെയുള്ളതൊക്കെ തരുള്ളൂ കേട്ടോ. ഇനി കുറച്ചും കൂടി തിയറി ഓഫ് ഇക്വേഷൻസ് അറിയണം. പക്ഷെ നമുക്ക് സിമ്പിളായിട്ട് ചോദിക്കുള്ളൂ. 1 ഇട്ട് കൊടുത്താലോ? 1 - 6 + 11 - 6 ഈക്വൽ ടു 0. അപ്പം 12 - 12 തന്നെയല്ലേ കിട്ടുക? 0 തന്നെയല്ലേ കിട്ടുന്നത്? 12 - 12 ഈക്വൽ ടു 0. അപ്പോൾ λ ഈക്വൽ ടു 1 0 ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ λ ഈക്വൽ ടു 1 കൊണ്ട് ഇതിനൊന്ന് ഡിവൈഡ് ചെയ്താൽ മതി. അതിനായിട്ട് നമുക്ക് ഈ ഡിവിഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ 1 നമ്മൾ ആ കോഎഫിഷ്യൻ്റ് എഴുതാം. 1 - 6 11 - 6. ഓക്കെ, നമുക്ക് കിട്ടുന്നത് 1 ആണ്. നമുക്ക് ഇവിടെ എഴുതാം. 0 ഇട്ട് കൊടുത്തു. 1 + 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 × 1 1 -6 + 1 എന്ന് പറഞ്ഞാൽ -5 ആണ്. 1 × -5 എന്ന് പറഞ്ഞാൽ -5 ആണ്. 11 + -5 എന്ന് പറഞ്ഞാൽ 6 ആണ്. 1 × 6 എന്ന് പറഞ്ഞാൽ 6 ആണ്. -6 + 6 0 ആണ്. ഇത് റിമൈൻഡർ കിട്ടി. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ശരിയാണ്. അങ്ങനെ ചെക്ക് ചെയ്താലും മതി കേട്ടോ. ഇവിടെ ഓൾറെഡി ഇട്ട് കൊടുത്താലും മതി, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതെന്താ? ഇത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. λ ഈക്വൽ ടു 1 ഒരു റൂട്ടാണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കുള്ള സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണിത്. അപ്പോൾ ഇവിടെ λ² മൈനസ് 5 λ പ്ലസ് 6 ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് λ മൈനസ് ഇവിടെ നമുക്ക് 3 × 2 അല്ലേ. λ - 3 × λ - 2 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് λ ഈക്വൽ ടു 3 ഓർ λ ഈക്വൽ ടു 2 എന്ന് വരും. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് റൂട്ട് കിട്ടിയത്? ഈഗൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ λ ഈക്വൽ ടു 1 λ ഈക്വൽ ടു 3 ആൻഡ് λ ഈക്വൽ ടു 2. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈഗൻ വാല്യൂസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഈഗൻ വാല്യൂസ് ചില മെട്രിക്സിന് വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം. അതുകൊണ്ട് പറഞ്ഞതാണ് ഇതിൻ്റെ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സോ അല്ലെങ്കിൽ ഒരു ഡയഗണൽ മെട്രിക്സോ ഒക്കെയാണ് തന്നിരിക്കുന്നതെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമ്മൾ ഈഗൺ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ചധികം റിസൾട്ടുകൾ പറയാൻ പോവുകയാണ്. ഈ പറയുന്ന റിസൾട്ടുകളെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എവിടെയെങ്കിലും കുറിച്ച് വെക്കുക. അപ്പോൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നതെന്നും കൂടെ നോക്കാം. നമുക്ക് ആദ്യം റിസൾട്ടുകളിലൂടെ ഒന്ന് പോവാം. ഡിഗ്രി ടോപ്പിക്സിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള റിസൾട്ടുകളാണ് ഈ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ലെറ്റ് A be an n by n square matrix. Trace of A equal to sum of eigenvalues. Determinant of A equal to product of eigenvalues. A എന്ന് പറയുന്നത് ഒരു n by n സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ ഈ എയുടെ ഏഗൺ വാല്യൂസിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ ആ എയുടെ തന്നെ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രേസ് കിട്ടും. ഏഗൺ വാല്യൂസിൻ്റെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയുടെ ഡിറ്റർമിനൻറ്റ് കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഏഗൺ വാല്യൂ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് തന്നിരിക്കുന്ന ഒരു മെട്രിക്സ് ഉണ്ടാവുമല്ലോ, ആ മെട്രിക്സിൻ്റെ ട്രേസും ഡിറ്റർമിനൻറ്റും നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാമല്ലോ. ആ ട്രേസും സം ഓഫ് ഏഗൺ വാല്യൂസും സെയിം ആണെങ്കിൽ ആ ഓപ്ഷൻ ആണെന്ന് നമുക്ക് പറയാം.
അങ്ങനെയുള്ള ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. സെക്കൻഡ്, eigen values of zero matrix are 0 0. ഒരു സീറോ മെട്രിക്സിൻ്റെ eigen values എപ്പോഴും 0 മാത്രമേ വരുള്ളൂ. eigen values of a diagonal matrix are diagonal entries. നമുക്കൊരു ഡയഗണൽ മെട്രിക്സ് തന്നിട്ടുണ്ട്. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗണൽ എൻട്രീസ് ഒഴികെ ബാക്കി എല്ലാ എലമെന്റ്സും 0 ആയിട്ടുള്ള മെട്രിക്സിനെയാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഡയഗണൽ മെട്രിക്സിന്റെ eigen values എന്ന് പറയുന്നത് ഡയഗണൽ എൻട്രീസിൽ എന്താണോ വരുന്നത് അത് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഐഡന്റിറ്റി മെട്രിക്സിന്റെ കാര്യം ആലോചിക്കുക. ഐഡന്റിറ്റി മെട്രിക്സിന്റെ eigen values എന്ന് പറയുന്നത് 1 1 1 തന്നെയായിരിക്കും. ഓക്കെ. നെക്സ്റ്റ്, eigen values of upper triangular or lower triangular matrix are diagonal entries. ഈ ഡയഗണൽ എലമെന്റ്സിന് എന്താണോ പ്രോപ്പർട്ടി അത് തന്നെയാണ് നമ്മൾ അപ്പർ ഓർ ലോവർ ട്രയാങ്കുലർ മെട്രിക്സിനുള്ളത്. അപ്പർ ഓർ ലോവർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ eigen values എന്ന് പറയുന്നത് ഡയഗണൽ എൻട്രീസ് തന്നെയായിരിക്കും. ഓക്കെ, ഓർത്ത് വെക്കുക. നമുക്ക് എപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പെട്ടെന്ന് തന്നെ വാട്ട് ആർ ദി eigen values എന്ന് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് നോക്കാം നിങ്ങൾക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് ഒരു അപ്പർ ട്രയാങ്കുലർ ഓർ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണോ എന്ന്. ആണെങ്കിൽ നമുക്ക് പറയാം അതിൻ്റെ ഡയഗണൽ എൻട്രീസ് ആയിരിക്കും അതിൻ്റെ eigen values എന്നുള്ളത്. ഓക്കെ. നെക്സ്റ്റ് വൺ, eigen values ഓഫ് എ nilpotent മെട്രിക്സ് ആർ 0 0 0 എക്സെട്ര. അതായത് nilpotent മെട്രിക്സിന്റെ eigen valuesൽ 0 മാത്രമേ വരുള്ളൂ. ഇപ്പോൾ nilpotent മെട്രിക്സ് ആണോ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ nilpotent മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ eigen values 0 ആയിരിക്കും. ഇപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. nilpotent മെട്രിക്സിന്റെ eigen valuesനെ പറ്റിയിട്ടുള്ള ചോദ്യം ഉണ്ടാവാറുണ്ട്. eigen values ഓഫ് nilpotent മെട്രിക്സ് എന്ന് പറയുന്നത് 0 മാത്രമായിരിക്കും. ഓക്കെ. നെക്സ്റ്റ്, eigen values of idempotent matrix are 0 and 1. ഇനി idempotent matrix എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? a² = a ആയിട്ടുള്ള മെട്രിക്സിനെയാണ് നമ്മൾ idempotent matrix എന്ന് പറയുന്നത്. ഈ idempotent മെട്രിക്സിന്റെ eigen values എന്ന് പറഞ്ഞാൽ 0 1 ആയിരിക്കും. രണ്ടും കൂടെ വരുന്നതുകൊണ്ട് ഇപ്പോൾ 1 മാത്രം വരുന്നതിനുള്ള എക്സാമ്പിളാണ് i² = i. i എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ്. ഐഡന്റിറ്റി മെട്രിക്സിന്റെ eigen values 1 1 1 മാത്രമാണുള്ളത്. ഇനി ഒരു idempotent മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ ഐഡന്റിറ്റി അല്ലാത്ത എടുത്തു കഴിഞ്ഞാൽ 2 വരും, 0 വരും 1 വരും. ഓക്കെ. ഇനി eigen values ഓഫ് ഇൻവല്യൂട്ടറി മെട്രിക്സസ് ആർ 1 and -1. ഇവിടെ അത് തന്നെയാണ് കേസ്. ഇവിടെ a² = i ആയിട്ടുള്ള മെട്രിക്സ് ആണ് ഇൻവല്യൂട്ടറി മെട്രിക്സ് എന്ന് പറയുന്നത്. ആ ഇൻവല്യൂട്ടറി മെട്രിക്സിന്റെ eigen values എന്ത് തന്നെ വരുള്ളൂ? 1 ഉം -1 തന്നെ വരും. ഓക്കെ. നെക്സ്റ്റ്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ആണ് കേട്ടോ. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എല്ലാ HSC എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളൊരു ക്വസ്റ്റ്യനും കൂടെയാണ്. ഓൾ eigen values ഓഫ് റിയൽ സിമെട്രിക് മെട്രിക്സ് ആർ റിയൽ. ഒരു റിയൽ സിമെട്രിക് മെട്രിക്സിൻ്റെ eigen values റിയൽ നമ്പേഴ്സ് തന്നെയായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റിയൽ സിമെട്രിക് മെട്രിക്സിൻ്റെ വേറൊന്നും പറ്റില്ല. കോംപ്ലക്സ് സിമെട്രിക് മെട്രിക്സിന് ഈ ഒരു പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഒരു റിയൽ സിമെട്രിക് മെട്രിക്സിൻ്റെ എല്ലാ eigen valuesഉം റിയൽ ആയിരിക്കും. ഓർത്ത് വെക്കേണ്ട റിസൾട്ടാണ്. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, ഓൾ eigen values ഓഫ് ഹെർമീഷ്യൻ മെട്രിക്സ് ആർ റിയൽ. ഒരു ഹെർമീഷ്യൻ മെട്രിക്സിന്റെ eigen values എല്ലാം തന്നെ റിയൽ ആയിരിക്കും. ഒരു ഹെർമീഷ്യൻ മെട്രിക്സിന്റെ eigen values എല്ലാം തന്നെ റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ. സിമെട്രിക് ഒരു റിയൽ സിമെട്രിക് മെട്രിക്സിന്റെയും ഒരു ഹെർമീഷ്യൻ മെട്രിക്സിന്റെയും റിയൽ വാല്യൂസ് എപ്പോഴും റിയൽ നമ്പേഴ്സ് ആയിരിക്കും. eigen values എപ്പോഴും റിയൽ നമ്പേഴ്സ് ആയിരിക്കും. നെക്സ്റ്റ്, eigen values of a real skew symmetric matrix are 0 or purely imaginary. ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഉണ്ട്, ഒരു റിയൽ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഉണ്ട്. ഓക്കെ. കോംപ്ലക്സിനെ ഇത് ഹോൾഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ സ്പെസിഫിക് ആയിട്ട് റിയൽ എന്ന് പറയുന്നത്. നമ്മൾ എടുക്കുന്ന സ്ക്യൂ സിമെട്രിക് മെട്രിക്സിലെ അംഗങ്ങളെല്ലാം തന്നെ റിയൽ ആയിരിക്കണം. റിയൽ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ eigen values എന്ന് പറയുന്നത് ഒന്നുകിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു ഇമാജിനറി നമ്പർ ആയിരിക്കും. റിയൽ പാർട്ട് ഇല്ലാത്ത പ്യുവർലി ഇമാജിനറി നമ്പർ ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ്, eigen values ഓഫ് സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ് ആർ 0 or purely imaginary. ഒരു സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ് ഉണ്ടെങ്കിൽ അതിന്റെ eigen values 0 അല്ലെങ്കിൽ പ്യുവർലി ഇമാജിനറി ആയിരിക്കും. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ തന്നെ പഠിക്കാം. സിമെട്രിക് റിയൽ സിമെട്രിക് മെട്രിക്സിന്റെയും ഹെർമീഷ്യൻ മെട്രിക്സിന്റെയും eigen values റിയൽ നമ്പേഴ്സ് ആയിരിക്കും. റിയൽ സ്ക്യൂ മെട്രിക്സിന്റെയും സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സിന്റെയും eigen values 0 അല്ലെങ്കിൽ പ്യുവർ ഇമാജിനറി നമ്പറോ ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ്, eigen values ഓഫ് റിയൽ ഓർത്തോഗണൽ മെട്രിക്സ് ആർ 1 or -1. ഒരു റിയൽ ഓർത്തോഗണൽ മെട്രിക്സ് ഉണ്ട്. ആ റിയൽ ഓർത്തോഗണൽ മെട്രിക്സിന്റെ eigen values എന്ന് പറഞ്ഞാൽ 1 -1 ആയിരിക്കും. ഓക്കെ. പിന്നെ ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, മേ ബി ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. eigen values ഓഫ് യൂണിറ്ററി മെട്രിക്സ് ആർ ഓഫ് യൂണിറ്റ് മോഡുലോസ്. അതായത് ഒരു യൂണിറ്ററി മെട്രിക്സ് ഉണ്ട്. ആ യൂണിറ്ററി മെട്രിക്സിന്റെ eigen values അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പം
ഏഗൺ വാല്യൂസ് യൂണിറ്ററി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് മെട്രിക്സസ് ആണ് വരുന്നത്. അതിൻ്റെ ഏഗൺ വാല്യൂസ് കണ്ടുപിടിക്കുമ്പോൾ അതിൽ ചിലപ്പം കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ടാവാം. ലാംഡ എന്ന് പറയുന്നത് അതിൻ്റെ ഏഗൺ വാല്യൂ ആണെങ്കിൽ അതിൻ്റെ മോഡുലസ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും 1 ആണ് കിട്ടുക. അതാണ് യൂണിറ്റ് മോഡുലോസ് എന്ന് പറയുന്നത്. ഏഗൺ വാല്യൂസ് ഓഫ് എ യൂണിറ്ററി മെട്രിക്സസ് ആർ യൂണിറ്റ് മോഡുലോസ്. ഓക്കെ, ഇനി ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടുകളാണ്. എ എന്ന് പറയുന്നത് ലെറ്റ് എ ബി ആൻ n by n സ്ക്വയർ മെട്രിക്സ് ആൻഡ് ലാംഡ ബി ആൻ ഏഗൺ വാല്യൂ ഓഫ് എ. അതായത് എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ഉണ്ട്, ലാംഡ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഏഗൺ വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ കെ ലാംഡ ഇസ് ആൻ ഏഗൺ വാല്യൂ ഓഫ് കെ എ. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിനെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന കിട്ടുന്ന മെട്രിക്സ് ആണ് കെ എ. അതിൻ്റെ ഏഗൺ വാല്യൂ ആരായിരിക്കും? ഈ ലാംഡ എന്ന് പറയുന്ന ഏഗൺ വാല്യൂവിനെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും. അപ്പം എക്ക് ഒരു 1, 2, 3 എന്ന് പറയുന്ന ഏഗൺ വാല്യൂസ് ഉണ്ടെങ്കിൽ 2a ഏഗൺ വാല്യൂസ് എന്തായിരിക്കും? ഇതിനെല്ലാം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും. 2, 4, 6 ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ലാംഡ റേസ് ടു എം ഈസ് ആൻ ഏഗൺ വാല്യൂ ഓഫ് എ റേസ് ടു എം. ലാംഡ എന്ന് പറയുന്നത് എയുടെ ഏഗൺ വാല്യൂ ആണെങ്കിൽ ലാംഡ റേസ് ടു എം എന്ന് പറയുന്നത് എ റേസ് ടു എമ്മിൻ്റെ ഏഗൺ വാല്യൂ ആയിരിക്കും. ഓക്കെ, പിന്നെ പറയുന്നത് പി ഓഫ് ലാംഡ ഈസ് ആൻ ഏഗൺ വാല്യൂ ഓഫ് പി ഓഫ് എ ഒരു പി ഈസ് എ പോളിനോമിയൽ. അതായത് നമുക്ക് ഇത്രയേ ഉള്ളൂ, ലാംഡ എന്ന് പറയുന്നത് എയുടെ ഏഗൺ വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മെട്രിക്സ് പോളിനോമിയലിനെ പരിചയമുണ്ടല്ലേ, പി ഓഫ് എ എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സ് പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏഗൺ വാല്യൂ എന്ന് പറയുന്നത് പി ഓഫ് ലാംഡ ആയിരിക്കും എന്നർത്ഥം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി കെ പ്ലസ് ലാംഡ ഈസ് ആൻ ഏഗൺ വാല്യൂ ഓഫ് ദ മെട്രിക്സ് എ പ്ലസ് കെ ഐ. അതായത് നമുക്ക് ലാംഡ എന്ന് പറയുന്ന എയുടെ ഒരു ഐഗൺ വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് കെ ഐ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുത്തു. ഐനെ ഐഡൻറ്റിറ്റിനെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എ എന്ന് പറയുന്ന മെട്രിക്സുമായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മെട്രിക്സിൻ്റെ ഏഗൺ വാല്യൂ എന്ന് പറയുന്നത് ലാംഡ പ്ലസ് കെ ആയിരിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടുകളാണ്, ഓർത്ത് വെക്കണം. നമുക്ക് ഇത് പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കാം. നെക്സ്റ്റ്, if lambda is a non-zero eigenvalue of a non-singular matrix A, then 1 by lambda is an eigenvalue of A inverse. അതായത് ഒരു ലാംഡ എന്ന് പറയുന്നത് 0 അല്ലാത്ത ഒരു ഏഗൺ വാല്യൂ ആണ് ഓഫ് എ നോൺ സിംഗുലർ മെട്രിക്സ്. ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആയിട്ടുള്ള ഒരു മെട്രിക്സിന്റെ 0 അല്ലാത്ത ഏഗൺ വാല്യൂ ആണ് ലാംഡ എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, നോൺ സിംഗുലർ മെട്രിക്സിന് 0 എന്ന് പറയുന്ന ഏഗൺ വാല്യൂ വരില്ല. ഓക്കെ, ലാംഡ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എ ഇൻവേഴ്സിൻ്റെ ഏഗൺ വാല്യൂ ആയിരിക്കും 1 by ലാംഡ എന്ന് പറയുന്നത്. ലാംഡ നോട്ട് ഈക്വൽ ടു 0 ആണ്, ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ ലാംഡ എന്ന് പറയുന്നത് എയുടെ ഐഗൺ വാല്യൂ ആണെങ്കിൽ 1 by ലാംഡ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ലാംഡ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ഇൻവേഴ്സിൻ്റെ ഏഗൺ വാല്യൂ ആയിരിക്കും. അത്രയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എ ആൻഡ് എ ട്രാൻസ്പോസ് ഹാവ് സെയിം സെറ്റ് ഓഫ് ഏഗൺ വാല്യൂസ്. എയുടെ ഏഗൺ വാല്യൂ തന്നെ ആയിരിക്കും എ ട്രാൻസ്പോസിൻ്റെ ഏഗൺ വാല്യൂസും. Okay, next, if A and B are two square matrices, the eigenvalues of AB and BA are same. അതായത് എയും ബിയും രണ്ട് സ്ക്വയർ മെട്രിസസ് ആണ്. അങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറയുന്ന പ്രോഡക്റ്റിനും ബി എ എന്ന് പറയുന്ന പ്രോഡക്റ്റിനും സെയിം സെറ്റ് ഓഫ് ഏഗൺ വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ രണ്ടിൻ്റെയും ഏഗൺ വാല്യൂസിൽ ഡിഫറൻ്റ് ഒന്നും ഉണ്ടാവില്ല, ഏഗൺ വാല്യൂസ് സെയിം ആയിരിക്കും. ഓക്കെ, next, if A is a square matrix and P is a non-singular matrix of same order, then two matrices A and P inverse AP have same eigenvalue. ഇത് കണ്ടിട്ട് പേടിക്കണ്ട, നമ്മൾ ഈ പി ജിക്കൊക്കെ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷേ ഈ ഡിഗ്രിയുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതൊരു റിസൾട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് എടുത്ത് എഴുതിയിരിക്കുന്നത്. അതായത് നമ്മളിപ്പം ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്രൂവ് ദിസ് ഹാസ് സെയിം ഏഗൺ വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് എ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഇനി പി എന്ന് പറയുന്നത് ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ഓഫ് സെയിം ഓർഡർ ആണ്. അതായത് പി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന മെട്രിക്സിനും പി ഇൻവേഴ്സ് ഇൻറ്റു എ പി എന്ന് പറയുന്ന മെട്രിക്സിനും സെയിം ഏഗൺ വാല്യൂസ് ആയിരിക്കും. ഈ പി ഇൻവേഴ്സ് എ പി എന്ന് പറഞ്ഞാൽ എയോട് സിമിലർ ആയിട്ടുള്ള മെട്രിക്സ് ആണെന്ന് പറയാം. പക്ഷെ അത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട, ഇത് ആ ഡിഗ്രി ടെക്സ്റ്റ് ബുക്കിൽ ആ റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ അതുപോലെ എഴുതിയതാണ്. എ എന്ന് പറയുന്നൊരു സ്ക്വയർ മെട്രിക്സ് ആണ്, പി എന്ന് പറയുന്നൊരു നോൺ സിംഗുലർ മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്കും പി ഇൻവേഴ്സ് എ പിക്കും സെയിം ഏഗൺ വാല്യൂസ് ആയിരിക്കും ഉണ്ടാവാം. Next, if lambda is an eigenvalue of a non-singular matrix A, then determinant of A by lambda is an eigenvalue of adjoint of A. Lambda എന്ന് പറയുന്നത് എയുടെ ഐഗൺ വാല്യൂ ആണ്. ലാംഡ എന്ന് പറയുന്നത് എയുടെ ഐഗൺ വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ ബൈ ലാംഡ എന്ന് പറയുന്നത് അഡ്ജോയിന്റ് ഓഫ് എയുടെ ഐഗൺ വാല്യൂ ആണ്. അത്രയാണ് പറഞ്ഞത്. ഇതൊക്കെയാണ് നമ്മളുടെ റിസൾട്ടുകൾ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ചുകൂടെ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. എന്നിട്ട് നമുക്ക് ഏഗൺ വെക്ടേഴ്സിലേക്ക് പോവാം. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ ഏഗൺ വാല്യൂസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. അപ്പോൾ ഏഗൺ വാല്യൂസിനായിട്ട് 2 വീഡിയോ എടുത്തിട്ടുണ്ട്. ഇനി ഏഗൺ വെക്ടേഴ്സും കെയ്ലി ഹാമിൽട്ടൺ തിയറം കൂടെ കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ മൊഡ്യൂൾ 2 കംപ്ലീറ്റ് ആവും.
അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുകൾക്കും നന്ദി. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണുക. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കാം. എസ്പെറാൻസ എഡ്യൂക്കേഷൻ മുഴുവൻ വീഡിയോസും HSC എക്സാമിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ വീഡിയോസും അപ്ലോഡ് ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.